കെജ്രിവാളിൻ്റെ വീടിൻ്റെ മുന്നിൽ നമ്മുടെ പ്രതിനിധി നിതിൻ അംബുജൻ നിൽക്കുന്നുണ്ട്. നിതിൻ നമുക്കൊപ്പം ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അവിടെ അണിചേർന്നിരിക്കുകയാണല്ലോ. മാത്രവുമല്ല, ശരിക്കും അവർ അവിടെ ആവേശം ഇരട്ടിയാക്കി അരവിന്ദ് കെജ്രിവാൾ അവരോട് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും വീട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര അക്ഷരാർത്ഥത്തിൽ ഒരു റോഡ് ഷോയായി മാറിയ കാഴ്ചയാണ്. തടിച്ചുകൂടിയ പതിനായിരങ്ങൾ മുഴുവനും ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണോ അതോ ഡൽഹി നിവാസികളും ഉണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തിഹാർ ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്കുള്ള വഴി നീളെയെല്ലാം തന്നെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നവരെല്ലാം തന്നെ ഇപ്പോൾ തടിച്ചുകൂടി വലിയ ആഘോഷമാക്കി തന്നെയാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിന് സമീപമാണ്. ഏതാണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് 200 മീറ്റർ അകലെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്. അവിടെയെല്ലാം തന്നെ പോലീസിന്റെ വലിയ സുരക്ഷ നമുക്ക് കാണാം. ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് മുൻവശത്ത് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് ഇവരുടെ കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തും. ഈ വഴിനീളെല്ലാം തന്നെ വലിയ തരത്തിലാണ് പ്രവർത്തകർ ആഘോഷമാക്കി അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കും ശക്തമായ ഊർജ്ജം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഇടക്കാല ജാമ്യം എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ഒരു വലിയ പ്രതിഷേധം അരങ്ങേറിയ ഒരു സ്ഥലമാണ്. മാർച്ച് 21 അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് വെച്ച് വലിയ പ്രതിഷേധമടക്കം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം അരവിന്ദ് കെജ്രിവാളിനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കും ആശ്വാസത്തിൻ്റെതാണ്. വലിയ ആവേശത്തോടെ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നുണ്ട്. പടക്കം പൊട്ടിച്ച് ഏതാണ്ട് ഞാൻ ഈ നിൽക്കുന്നതിനും 200 മീറ്റർ അകലെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതി. അവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. പടക്കം പൊട്ടിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ആഘോഷം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസവും വലിയ ആവേശവും വലിയ ആഘോഷവും ഇതിനും തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതി കേന്ദ്രീകരിച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തകർ ഈ ഒരു ദിവസത്തെ വരവേൽക്കുന്നത്. കാരണം കഴിഞ്ഞ 50 ദിവസം അവർ വലിയ പ്രതിഷേധമായി പല ദിവസങ്ങളിൽ തെരുവിലുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വലിയ പ്രതിഷേധം പലയിടങ്ങളിലും തന്നെ അന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തിയിരുന്നു. ഇപ്പോൾ മന്ത്രിമാരടക്കം ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും തിഹാർ ജയിലിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂറിനകം നമുക്ക് അരവിന്ദ് കെജ്രിവാൾ ഈ വീട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് എത്തുമെന്നായിരുന്നു ആദ്യം നൽകിയ അറിയിപ്പ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മാറ്റി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് തന്നെ വസതിയിലേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കി തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ. എന്തായാലും ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ ആഘോഷമാക്കിയും അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വരവിനെ അവർ ആഘോഷമാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തിലാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. നഷ്ടപ്പെട്ട 7 സീറ്റും ഈ ഘട്ടത്തിൽ തിരിച്ചു കിട്ടുമെന്ന വലിയ പ്രതീക്ഷയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വരവോടുകൂടി തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്ര വലിയൊരു റോഡ് ഷോ ആയി മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ തിഹാർ ജയിലിൽ ഈ കഴിഞ്ഞ 50 ദിവസങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ മാനസികമായി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഡൽഹി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പം മുമ്പാണ് തിഹാർ ജയിൽ മോചിതനായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അദ്ദേഹം യാത്രയിലാണ്. ഡൽഹി അക്ഷരാർത്ഥത്തിൽ ഇളകി മറിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഈ മോചനം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് തോന്നുന്നു. കാരണം തുടർച്ചയായി അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ചില ഉപാധികൾ, തീർച്ചയായിട്ടും കടുത്ത ഉപാധികളോടെ തന്നെയാണ് 21 ദിവസത്തെ ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും വലിയ ആവേശമാണ് ഇത് പകർന്നിരിക്കുന്നത്.